ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അണ്ടർ ബോഡി കോട്ട് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മൾ ഗ്യാരേജ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയുടെ അണ്ടർ ബോഡി കോട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഗണ്ണൊക്കെ മേടിച്ചു കേട്ടോ. പുതിയ ഗണ്ണ് മേടിച്ചേ സ്റ്റീലിൻ്റെ ഗണ്ണായിരുന്നു. നമ്മൾ പെയിൻറ്റ് അടിക്കണ ടാങ്കില്ലേ, അതൊക്കെ സ്റ്റീലായിരുന്നു. എന്നാൽ സ്റ്റീലിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടിന്നർ ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായിട്ട് കിട്ടും. അതാണ് സ്റ്റീലിൻ്റെ എടുത്തത്. പക്ഷേ അതൊരു ഫ്ലോപ്പായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ടാങ്ക് മുകളിൽ ശരിക്കും ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തുള്ളി ഇങ്ങനെ പെയിൻറ്റ് ചാടുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റീലിൻ്റെ ടാങ്കുള്ള ഗണ്ണ് എടുക്കാണ്ടിരിക്കുക. മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് തന്നെ ഗണ്ണുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ആ ടാങ്ക് മാറ്റിയിട്ട് ഇപ്പോൾ കടകളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കോട്ട് ചെയ്യണതിൻ്റെ കോട്ട് ചെയ്യണതിന് മുമ്പുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മൾ ഒട്ടും ബോഡിയിൽ ടച്ച് ചെയ്യാണ്ട് പെയിൻ്റ് ഒന്നും ഒരു ചെറിയൊരു തരി പോലും പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം ഫുള്ള് വണ്ടി കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ നമ്മൾ തുണി കൊണ്ട് 2 കോട്ട് കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടു. അതിൻ്റെ മുകളിൽ ഞങ്ങൾ പേപ്പർ വെച്ച് ഫുള്ള് വണ്ടി കവർ ചെയ്തിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത് കണ്ടോ. ആ രീതിയിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ ഒരു തരി പെയിൻറ്റോ സ്പ്രേ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമുക്ക് വളരെ ഉപകാരമായി പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ആ കവർ ചെയ്ത സാധനം വലിച്ചുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പെയിൻറ്റ് അണ്ടർ ബോഡി ചെയ്തപ്പോൾ നമ്മൾ സൈലൻസറിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം നമ്മൾ അടിച്ചില്ല. സൈലൻസർ പിന്നെ അണ്ടർ ബോഡി നമ്മൾ കോട്ട് ചെയ്ത് റബ്ബർ ബ്ലാക്ക് എന്ന് പറഞ്ഞ പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ എന്തോരം നടന്നാലും നമ്മുടെ വണ്ടിയിലേക്ക് തുരുമ്പ് അടിക്കില്ല. റബ്ബർ ബ്ലാക്ക് ആകുമ്പോൾ റബ്ബറിൻ്റെ കോട്ടിങ് പോലെ ഇങ്ങനെ നിൽക്കും. ഇതേ കണ്ടോ, അടിപൊളിയായിട്ട് നമ്മൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.